ബാലേന്ദ്ര മേനോൻ, സുകുമാരൻ ടീമിൻ്റെ പടങ്ങൾ കാണാൻ കോളേജ് വിദ്യാർത്ഥികളും അല്ലാതുള്ള ചെറുപ്പക്കാരൊക്കെ തിയേറ്ററിലേക്ക് ആവേശത്തോടെ തള്ളിക്കയറിയ ചരിത്രം നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ സുകുമാരനിലൂടെ ബാലേന്ദ്ര മേനോനിലൂടെ സുകുമാരനും ഒരുമിച്ച് വളരുകയായിരുന്നു. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിക്ക് അനുയോജ്യനായ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഹിറ്റ് സിനിമകളിലെ നായകൻ സുകുമാരനാണ്, നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിൻ്റെ ചടുലമായ സംഭാഷണങ്ങൾ ഏറ്റുപറയാൻ സുകുമാരൻ, ആ സംഭാഷണങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിച്ചത് സുകുമാരനായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും വളർച്ച ഒരേപോലെയായിരുന്നു. രാധ എന്ന പെൺകുട്ടിയിലായിരുന്നു അത് തുടങ്ങിയിരുന്നത്. രാധ എന്ന പെൺകുട്ടിയും വലിയ വിജയമായി. അതിനുശേഷം വന്ന കലിക, അണിയാത്ത വളകൾ, ഇഷ്ടമാണ് പക്ഷേ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലൂടെ അവരുടെ ഒരു ഒരു കൂട്ടായ്മ മലയാളികളിൽ ഒരു വല്ലാത്ത സ്വാധീനം ചെലുത്തി. അത് നമുക്ക് ഒട്ടും ആര് കൊണ്ടാണ് വളർന്നതെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി നിന്ന് ആ കാലഘട്ടത്തിലെ കൊമേഴ്ഷ്യൽ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു രണ്ടുപേരും. അതുപോലെ തന്നെയാണ് മോഹൻ സാറിൻ്റെ സിനിമകളും. മോഹൻ സാറ് മധ്യവർത്തി സിനിമയുടെ ഒരു പ്രത്യേക ചെറിയ വിഷയങ്ങൾ സിനിമയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ് മോഹൻ സാറ്. കൊച്ചു തെറ്റുകൾ എന്ന് പറഞ്ഞ് പത്മരാജൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ സുകുമാരൻ, ശുഭയും കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നു. ഇത്രത്തോളം വ്യത്യസ്തമായൊരു കഥാപാത്രം സുകുമാരൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അത്തരം ഒരു കഥാപാത്രം കൊച്ചു തെറ്റുകളുടെ അതിൻ്റെ ക്ലൈമാക്സൊക്കെ ഉണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിൽ വെച്ച് ആദ്യം ഷൂട്ട് ചെയ്ത ചിത്രമായിരുന്നു. അതിഭയാനകമായ ആ രംഗങ്ങളിലൊക്കെ സുകുമാരൻ തൻ്റെ അഭിനയം. അതേ കണക്ക് തന്നെ സ്റ്റണ്ട് സീനുകളിലും ഗാനങ്ങളിലൊക്കെ അദ്ദേഹം തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു അംഗചലനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അന്ന് വരെ കണ്ടിരുന്ന കൃത്രിമമായ പാറ്റേണുകൾ ഉപേക്ഷിക്കാനും സുകുമാരൻ ശൈലി എന്തുകൊണ്ടും തന്നെ രൂപാന്തരപ്പെട്ടു വന്നത്. പിന്നീടുള്ള പല നടന്മാരും അദ്ദേഹത്തെ അങ്ങനെ അനുകരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം ഇരകൾ എന്നൊരു സിനിമ നിർമ്മിച്ചു. മലയാള സിനിമയിലെ നിലനിന്നിരുന്ന മാമൂലുകളിൽ നിന്നും മാറ്റം ചെയ്ത ഒരു ചിത്രമായിരുന്നു ഇരകൾ. അത് ഗണേഷ് കുമാർ എന്ന നടനെ മലയാള സിനിമാ വേദിക്ക് സംഭാവന ചെയ്തതും സുകുമാരൻ്റെ നിർബന്ധത്താലാണ്. അങ്ങനെ അത് അന്നത്തെ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ജീവിതത്തിലുള്ള പാളിച്ചകളും ദുരന്തങ്ങളും ചിത്രീകരിച്ചൊരു പ്രത്യേക സിനിമയായിരുന്നു ഇരകൾ. അന്ന് സുകുമാരൻ പറയുമായിരുന്നു, നല്ല വായിക്കും, കാരണം MA പാസ്സായ ഒരാളാണ്. അന്നേരം പറയും, ദാസ് ക്യാപിറ്റൽ വായിച്ച മലയാളത്തിലെ ഒരേ ഒരു നടൻ സുകുമാരനാണെന്ന് പറയും. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വായനാശീലം, എപ്പോഴും കയ്യിലൊരു ബുക്ക് കാണും. അതുപോലെ തനിക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റിനെയും അപഗ്രഥിക്കുകയും തൻ്റേതായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സുകുമാരൻ തയ്യാറായിരുന്നു. പിന്നീട് അദ്ദേഹം മമ്മൂട്ടിയും മോഹൻലാലും വന്ന സമയത്ത് തന്നെ അവർ നായകരായിക്കൊണ്ട് പടയണി എന്നൊരു സിനിമ കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം സിനിമയുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഒടുവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ സംവിധാനം ചെയ്യണമെന്നത് സുകുമാരൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ തോപ്പിൽ ഭാസിയുടെ ആ നോവൽ അവകാശം മേടിച്ചു വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല. അങ്ങനെ അഭിനയത്തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും നടന്നില്ല. ഒരുപാട് സിനിമകൾ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ, അടിയാണെങ്കിലും ഇടിയാണെങ്കിലും പ്രേമരംഗമാണെങ്കിലും സുകുമാരൻ തൻ്റേതായ ഒരു ശൈലിയിലൂടെ മലയാളികളുടെ ഇടയിൽ പേരെടുത്തു. ഒരുപാട് കൊമേഴ്ഷ്യൽ വിജയം നേടിയ സിനിമകളായിരുന്നില്ല, പക്ഷേ മലയാളത്തിൻ്റെ എണ്ണം പറഞ്ഞ സിനിമകളിലെ നായക നടനെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാര്യം പത്മരാജൻ, MD എന്നീ പ്രശസ്തരുടെ രചനകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. ആ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ കേൾക്കാൻ നിരന്തരമായി അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാനും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ സുകുമാരൻ തൻ്റേതായ ഒരിടം ഉറപ്പിച്ച നടനാണ്. ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഓരോന്നിലും വ്യത്യസ്തത പുലർത്താൻ കാണും. എനിക്ക് അന്ന് ആ സുകുമാരൻ കലികയിലും ഏതോ ഒരു സ്വപ്നത്തിൽ ഷീലയായിരുന്നു തൻ്റെ നായിക. അതൊരിക്കൽ തൻ്റെ പത്രപ്രസ്താവന പറയുന്നുണ്ട്, ഇത്രയധികം ഒരു ആർട്ടിസ്റ്റിനെ ഡയറക്ടേഴ്സ് ഡിലൈറ്റ് എന്ന് സുകുമാരൻ വിശേഷിപ്പിച്ചിരുന്നു. അതിൽ കലികയിൽ തന്നെ പറയുന്നുണ്ട്, അതിനകത്ത് ഷീ ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് എന്ന്. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഷീലയെ പറ്റി? എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ മറ്റു നടികന്മാരെ അഭിനയത്തെപ്പറ്റി പുകഴ്ത്തി പറയാനും അതേ ഒട്ടും മടി കാണിച്ചില്ല. സുകുമാരൻ
ഷീല ജോഡികൾ പിന്നെയും വന്നിട്ടുണ്ട്. ഷീല നിർമ്മിച്ച സ്ഫോടനം എന്ന സിനിമയിൽ ജയനും ഷീലയും പാർട്ട്ണറായിരുന്ന സിനിമയിൽ ജയൻ മരിച്ചപ്പോൾ ആ റോളും കിട്ടിയത് സുകുമാരനാണ്. അതിൽ പണ്ട് കാർകുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, അങ്ങനെ ആ സ്ഫോടന സിനിമയിലും സുകുമാരനായിരുന്നു നായകൻ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ സാഹിത്യ കൃതികളെ ഉപജീവിച്ചെടുത്തതും എം ഡി വാസുദേവൻ നായരുടെ മാനസപുത്രനായി നിന്നതും സുകുമാരന് വളരെയധികം ഗുണം ചെയ്തു. അങ്ങനെ മികച്ച മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ എന്ന് പറയാവുന്ന കുറേയധികം സിനിമകളിൽ നല്ല റോൾ ചെയ്യാൻ പറ്റി. അത് സുകുമാരനെ സംബന്ധിച്ചോളം നമ്മൾ മലയാളത്തിലെ നായകന്മാരുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സുകുമാരനെ സംബന്ധിച്ചോളം ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ജോർജ് ഓണക്കൂറിൻ്റെ എൻ്റെ നീലാകാശം സിനിമയുണ്ട്. അത് കൊല്ലത്ത് വെച്ചാണ് ചിത്രീകരണം. എനിക്കത് കാണാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിലും തോപ്പിൽ ഭാസിയുടെ സംവിധാനത്തിലും കീഴിൽ അദ്ദേഹം മികച്ച അച്ചടക്കത്തിൽ എൻ്റെ നീലാകാശത്തിലെ ജോർജ് ഓണക്കൂർ സാറിൻ്റെ കഥാപാത്രത്തെ മികച്ചതാക്കി മാറ്റി. അതേപോലെ തന്നെ KJ ജോർജ് സാറിൻ്റെ സിനിമകളിലും അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു സുകുമാരൻ. അങ്ങനെ ഐ വി ശശിയുടെ അങ്ങാടിയിലും ജയനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന റോളായിരുന്നു. അതുപോലെ മനസാ വാച കർമ്മണയിൽ ഏത് സ്ത്രീകളെ കണ്ടാൽ ഊഹിച്ചെന്ന് ഒരു നിഷ്പ്രയാസം ചവച്ചു തുപ്പുന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ്. പക്ഷേ അദ്ദേഹം നശിപ്പിച്ച സ്ത്രീയുടെ മരണം അദ്ദേഹത്തിൽ ഉളവാക്കുന്ന മാനസിക വൈഷമ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ പരാജയം, അത് ഏകലവ്യൻ്റെ പാപത്തിൻ്റെ മരണമില്ല എന്ന നോവലായിരുന്നു. ആ കഥാപാത്രത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് സുകുമാരൻ്റെ കഥാപാത്രമായിരുന്നു. ഐ വി ശശിയും പറയാറുണ്ട്, ഐ വി ശശിയുടെ അങ്ങാടി, മനസാ വാച കർമ്മണ കുറേയധികം സിനിമകളിലും സുകുമാരൻ നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും ആർട്ടാണെങ്കിലും മധ്യവർത്തി ആണെങ്കിലും എല്ലാവരുടെയും കൂടെ സുകുമാരൻ അണിനിരക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ട ഒരു നായകൻ നിലയിലാണ് ഈ സുകുമാരൻ അറിയപ്പെടുന്നത്. അങ്ങനെ മലയാളത്തിലെ കോമഡി നായകൻ തന്നെ